ഉള്ള കത്തിക്കാണെങ്കിൽ മൂർച്ചയും ഇല്ല. എന്നാ നല്ലതോറം മേടിക്കോ? അതുമില്ല. അവിടെ കുഴിപ്പുറത്ത് എന്തോരം കത്തിയുണ്ടെന്ന് അറിയാവോ? 5-6 കത്തിയുണ്ട്. കുഴിപ്പുള്ളത് എന്താണ്? അവർക്ക് മീൻ കടയാണോ 5-6 കത്തി വെച്ചോണ്ടിരിക്കേ? സ്കെയിലല്ലോ വേണോ അല്ല വെച്ച് കട്ട് ചെയ്യാനായിട്ട്? അമ്മ എന്താ നോക്കിക്കൊണ്ടിരിക്കണം? നമ്മൾ കയറി പോയിട്ട് വല്ല പച്ചക്കറിയൊക്കെ അരിയണെങ്കിൽ അതായിരിക്കും. എന്ത് ഇപ്പൊ കണ്ടില്ലേ? പാറുവേ, നീ അമ്മനെ വിളിച്ചോണ്ട് പോ. എന്തിന് നിന്നോ? പക്ഷെ അടങ്ങി നോക്കി നിന്നാ മതി. നീ മീൻ കറി വെക്കുമായിരിക്കും, പക്ഷെ മീൻ വെട്ടിശീലമുണ്ടാ? വെട്ടിശീലം ഉണ്ടല്ലോ. കുഴിപ്പുറത്ത് ഞാൻ പോകുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ അമ്മ ചെറിയ ചെറിയ മീനൊക്കെ വെട്ടാൻ തരും. അതൊക്കെ വെട്ടിശീലമുണ്ട്. പിന്നെ അവിടുത്തെ അമ്മ മീൻ വെട്ടി ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഈസി അല്ലേ? ഒരു സൈഡിൽ നിന്ന് വെച്ച് പിടിച്ചാൽ മതി. എന്നാ സൈഡിൽ നിന്ന് വെച്ച് പിടിക്ക്. എന്ത് പിടിക്കാത്തത്? അല്ല, ഞാൻ മീനൊക്കെ വെട്ടിത്തരാം, കറി അമ്മ വെക്കും. എന്നെ വെല്ലുവിളിച്ചങ്ങോട്ട് ഇറങ്ങിയതല്ലേ? ആ മീന്റെ പരിസരത്തോടെ ഞാൻ വരില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വെക്കുന്ന മീൻകറി അമ്മ കൂട്ടാനും പാടും. അല്ലെങ്കിൽ ആർക്കൊണ്ടാ നിന്റെ മീൻകറി? പക്ഷെ എന്നെ വിളിച്ച് ശല്യപ്പെടുത്താൻ നിൽക്കരുത്, ഞാൻ ഇപ്പഴേ പറഞ്ഞേക്കാം. അതിന് ആരും വിളിച്ച് ശല്യപ്പെടുത്താൻ പോകുന്നു? ഞാൻ അച്ഛൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ. അച്ഛൻ വന്നിട്ട് വേണം ഒരു കാര്യം തീരുമാനിക്കാൻ. ഞാൻ ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. എന്നെ അച്ഛൻ വരണേ എന്തിനാണ്? നിനക്ക് ഇപ്പോഴങ്ങ് തീരുമാനിച്ചൂടെ? അമ്മ കയറി പോയാ അമ്മ ഇങ്ങനെ സംസാരിച്ചിരിക്കണോണ്ടാ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത. അല്ലെങ്കിൽ ഇപ്പൊ നീ അങ്ങ് ചെയ്തേനെ. ആ ചെയ്യും. അച്ഛൻ ചേച്ചിയുടെ കയ്യിലാണല്ലേ? കയ്യിലാണെന്നാ പാറും ഉണ്ടാകുന്നോട്ടാ. അച്ഛനിഞ്ഞ് ചികിത്സയൊക്കെ കഴിഞ്ഞ് ഏത് കോലത്തിലാണോ വരുന്നത്? അമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തിന് ഇവിടുത്തെ പണി തീരൂട്ടോ. നിനക്ക് മീൻ കട്ട് ചെയ്തൂടെ? നിന്റെ കൈക്ക് ഞാൻ പിടിച്ചിട്ടുണ്ടോ? അതുകൊള്ളാം. അമ്മ ചേച്ചി അല്ലേ ചേച്ചി? ആ നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? ആ മീൻ കണ്ടിട്ട് നല്ല മീനാണെന്ന് തോന്നണില്ല. നോക്കിയൊക്കെയാണോ മേടിച്ചത്? നോക്കി തന്നെയാണ് മേടിച്ചത്. എനിക്ക് മീനൊക്കെ നല്ലതാണോ ചീത്തയാണോ നോക്കി മേടിക്കാൻ നല്ലതായിട്ട് അറിയുകയൊക്കെ ചെയ്യാം. എന്നാ അമ്മ കഴിഞ്ഞ തവണ ഞാൻ ഇവിടുന്ന് കുഴിപ്പുറത്ത് പോയില്ലേ, അപ്പൊ വഴിയിൽ വെച്ച് വേളാപ്പാര എന്ന് പറഞ്ഞ മീനില്ലേ, അത് കണ്ട്. സിദ്ധുവിന്റെ അച്ഛനും മീൻ എന്ന് പറഞ്ഞാൽ ജീവനാണല്ലോ. അപ്പൊ തന്നെ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി സാധനം മേടിച്ചോണ്ടാണ് ഞാൻ വീട്ടിൽ പോയത്. അപ്പൊ സിദ്ധുവിന്റെ അച്ഛൻ എന്താ പറഞ്ഞതെന്നറിയോ? ഇത്രയും പച്ചയായ മീൻ ഈ ഇടയ്ക്ക് ഒന്നും അച്ഛൻ കണ്ടിട്ടില്ലെന്ന്. പാറു നീരുന്ന് മേടിക്കുവേ. അന്ന് ആ പാരാമീന്റെ തല വെട്ടി കറി ഉണ്ടാക്കി. എന്റെ അമ്മോ, എന്നെ വിളിക്കണ്ട. അയ്യോ, അതിന് ഈ അമ്മേനെ അല്ല വിളിച്ചത്, എന്റെ അമ്മോന്ന് വിളിച്ചതാണ്. ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ആ മീൻ ചീഞ്ഞു പോവേ ഉള്ളു. ആ ചെയ്യും, അത് ഞാൻ നോക്കിക്കോളാം. ഓ, അല്ലെങ്കിൽ തന്നെ ചീഞ്ഞ മീനാണത്. അമ്മ എന്ത്? അമ്മ കയറി പോയമ്മ, ഞാൻ ഇത് ചെയ്യട്ടെ. അതെന്താ നിനക്ക് ചെയ്യാൻ പറ്റില്ല? ഇല്ല, പറ്റൂല. അല്ലാണ്ട് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമില്ല. എന്ത് കിണിക്കണേ? എന്ത്? ചോര കൈ മുറിഞ്ഞ്. എവിടെ? ഇത് മീനിന്റെ ചോരയല്ലേ? മീനിന്റെ ചോരയല്ല, എന്റെ കൈ മുറിഞ്ഞ ചോരയാ. തലറങ്ങണം ആശുപത്രി കൊണ്ടുപോകുമ്പോ. എന്റെ പൊന്നോ, ഒരു മീൻ വെട്ടാൻ കേറിയിട്ട്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. വെള്ളം കുടി. കുടിച്ചില്ലല്ലോ. കുടിച്ചു, മതി. നോക്കട്ടെ നോക്കട്ടെ, മുറിഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ. ഇല്ലമ്മ, ഭയങ്കര വേദന എടുക്കും. അതാ കെട്ടിവെക്കാം ഞാൻ. വേണ്ടമ്മ, ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമോ? മിക്കവാറും ഒരു സർജറി ഒക്കെ വേണ്ടി വരും. ഇത്രയും വലിയ മുറിവല്ലേ? കൊച്ച ആദ്യം മുറിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. നോക്കണ്ട, നോക്കി കഴിഞ്ഞാൽ വേദന എടുക്കും. നോക്കി എങ്ങനെ വേദന എടുക്കണത്? കൊച്ചുള്ളവരെക്കാളും കഷ്ടാണല്ലോ. അമ്മ അവളോട് മിണ്ടായിരിക്കാൻ പറയമ്മ. പാറു മിണ്ടായിരിക്കേ. അയ്യോ, ഞാനൊന്നും മിണ്ടിരുന്നില്ലേ. വെച്ച് നോക്കട്ടെ. പിടിക്കല്ലേ പിടിക്കല്ലേ. ഞാൻ കാണിച്ചു തരാം. അയ്യോ പിടിക്കല്ലോ, അല്ലേ മുറിവാ. അമ്മ പാറു മിണ്ടാതിരിക്കേ. നോക്കട്ടെ, കെട്ടിവെക്കാം. നോക്കട്ടെ. മുറിവ് എവിടെ? എവിടെ? ഇത് എവിടെ? ഒന്നുമില്ലല്ലോ. അമ്മക്ക് കണ്ണാണ്ടൂടെ? അമ്മ കണ്ണി കാണാത്തത്രയും ചെറിയ മുറിവല്ല. ഇച്ചിരി തൊലി പോയിട്ടുണ്ട്, ഒരു ഇച്ചിരി സൂചി കൊണ്ടതുപോലെ. തൊലി പോയി? നമ്മ നല്ല ആഴത്തിലുള്ള മുറിവാണ്, നല്ല വേദനയുണ്ട് എനിക്ക്. അത്ര ആഴമുണ്ടോ? അമ്മ ഇവളോട് മര്യാദക്ക് മിണ്ടായിരിക്കാൻ പറഞ്ഞോ. ചോര വരുമോ അമ്മ? ചോര വരാനായിട്ട് ആ മുറി പോലും കാണില്ല. ഇത് കാണിക്കേ. അല്ലമ്മ, കെട്ടിക്കഴിയുമ്പോ ചോര വന്നാലോ? കെട്ടി കഴിയുമ്പോഴല്ലേ ചോര വരികയാണെങ്കിൽ നമുക്ക് തുടച്ചു കളയാം. ഉണ്ടോ? ഇതിനകത്ത് കൊള്ളിക്കാതെ കെട്ടണേ. കൊച്ചതിന് കൊള്ളിക്കാതെ കെട്ടാനായിട്ട് അതിന് മുറി പോലും കാണില്ല അവിടെ. അമ്മ ചോര വരുന്നുണ്ടാമേ? അമ്മ അമ്മ പാറു
നീ പറയണില്ല മിണ്ടല്ലേന്ന്, നീ പിന്നെയും മിണ്ടും. കാണിക്ക്. അമ്മ ചോര കണ്ടാൽ എനിക്ക് തല കറങ്ങും അമ്മ. ഇപ്പോഴും എന്തോ തലയൊക്കെ പെരുക്കണ്ട്. നേരത്തെ ഒരുപാട് ചോര പോയായിരുന്നു അമ്മ. ബ്ലഡ് അവിടെ തളം കെട്ടി കിടക്കുക, നടക്കാൻ പറ്റണില്ല അല്ലേ കൂടി. നിന്റെ ചോര ഒരുപാട് പോയിരുന്നു. ഇവളെ മിക്കവാറും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും, ഉറപ്പാണ്. അവള് പറയാണ്ടിരിക്കണേ, നീ പിന്നെ അതേപോലെ അവിടെ കിടന്നു. അമ്മ ഒന്നിനും വിളിക്കൂലെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് വിളിച്ചോ. അതെ, ഇപ്പൊ ആർക്കും എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ആദ്യം നാവില് വരുന്നൊരു വാക്ക് അമ്മേന്നാണ്. അതുകൊണ്ട് വിളിച്ചു പോയതാ. അമ്മ ഞാൻ കുറച്ചേരം കിടന്നാലോ? എന്നാ കിടന്നു. എന്നാ അമ്മ ഇവിടെ ഇരിക്കോ? ഞാൻ എന്തിനാ ഇരിക്കണേ? എങ്ങാനും ചിലപ്പോ ചോര വന്നാലോ? ചോര വന്നാലും എന്താ, തുടച്ചു കളയണം. എന്നാലും പേടിയമ്മ, അമ്മ ഇവിടെ ഇരിക്കോ? ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ നിനക്ക് ഉള്ളതാണ് ഈ ചിരിയും കളിയും തമാശയൊക്കെ. നിർത്തിക്കൊള്ളോട്ടെ വാറു. ഇവളിപ്പൊ എങ്ങനെയാണെങ്കിലും കുറച്ചും കൂടെ കഴിയുമ്പോ എന്തായിരിക്കും അമ്മ അവസ്ഥ? നിന്റെ അതേപോലെ തന്നെ ആവും. അമ്മയ്ക്ക് ഇപ്പോഴെന്നെ കുറ്റം പറഞ്ഞ് മതിയായില്ലല്ലേ? അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞെടുക്കും. എന്റെ അടുത്ത് പറഞ്ഞില്ല ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ. സുഖപ്പെട്ട് തുടങ്ങി, ഉടനെ വഴക്കുണ്ടാക്കാനും തുടങ്ങി. നിന്നെ സഹിക്കണ ആ സിദ്ധുവിനെ സമ്മതിക്കണം കേട്ടാ. എന്തോന്നമ്മ പറയണേ? പക്ഷെ നിനക്ക് കിടക്കണം, എനിക്ക് അടുക്കള പണിയുണ്ട്. അതൊക്കെ അവിടെ കിടക്കട്ടെ. എന്തായാലും രാത്രി ആകുമ്പോഴത്തേക്ക് ആ മീനൊന്നും എനിക്ക് വറുത്ത് തരണേ, ചോറിന് ഇവിടെ കഴിക്കാൻ. എന്തായാലും ആവശ്യമില്ലാത്ത പണിയായിപ്പോയി. ഏത് നേരത്താണോ ആ മീൻ മേടിക്കാൻ തോന്നിയത്? ഇതാണ് പറയണത്, മുതിർന്നവരടുത്ത് വാശിയും വൈരാഗ്യവും കാണിക്കരുതെന്ന്. അങ്ങനെയൊന്നും പറയുന്നേ അവൻ മറന്നു. ഇവളൊന്നും എന്നെ മേടിച്ചോണ്ടാ പോകത്തുള്ളൂ, ഉറപ്പാണ്. എനിക്കേ നിന്റെ അടുത്ത് കിന്നരി ചെയ്യിക്കാൻ സമയമില്ല, അടുക്കള പണിയെടുക്കണേ. ഞാൻ പോട്ടെ. അമ്മ പോവല്ലേ, ഇവിടെ നിക്ക്. എന്തോന്ന് വേണം ലച്ചു നിനക്ക്? അമ്മ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ? ഞാൻ നിന്നെ പോലെ അല്ലല്ലോ, സത്യമല്ലേ പറയുള്ളൂ. പറഞ്ഞോ. ഞാൻ നേരത്തെ മീൻ മേടിച്ചത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ? അതുകൊണ്ടല്ലേ എന്റെ കൈ മുറിയാൻ വേണ്ടിട്ട് അമ്മ പ്രാഗിയത്. ജീവനാണെങ്കിൽ കുഴിപ്പള്ളത്തോട്ട് ഓടിക്കോ. അറിയട്ടോ, ശരിയാക്കി തരാം. എന്ത് ചെയ്തോടുന്നാലും തന്നില്ലാത്ത കൊച്ചി. ഇങ്ങനൊരു സാധനം. അമ്മ അടിപൊളി അമ്മ. നിനക്ക് പൂച്ച കുഞ്ഞു ഓടുക. ഓടേ കൊച്ചെ.